പത്തനംതിട്ട പുള്ളിക്കീഴിൽ ബിവറേജസ് ഗോഡൌണിൽ വൻ തീപിടുത്തം. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുന്നുണ്ട്. ശ്രീരാജ്, വലിയ അഗ്നിബാധയാണ് ഉണ്ടായത്. എങ്ങനെയാണിത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീ വിശദാംശങ്ങൾ. അഖില, ഇന്ന് രാത്രി 8:30 കൂടിയായിരുന്നു ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. പുളിക്കീഴിലെ ബിവറേജസ് ഗോഡൌണിലാണ് തീപിടിച്ചിട്ടുള്ളത്. ആ കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ച സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതുവരെയും തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗോഡൌണിന്റെ പിൻവശത്തായി വെൽഡിംഗ് പണികൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്നും തീ പടർന്നതാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്നുമാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് നൽകുന്നത്. എന്നാൽ ഇത് കൃത്യമായ വിവരമല്ല. അത്തരത്തിലുള്ള സംശയങ്ങളുണ്ട് എന്ന് മാത്രമാണ്. അവിടെ നിന്നാണോ തീ പടർന്നത് എന്നുള്ളത്. സന്ധ്യ പിന്നിട്ട ശേഷം അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും തീ പടരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ തിരുവല്ലയിൽ നിന്നും അഗ്നിശമന സേന എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ആ കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ച സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. അലൂമിനിയം ഷീറ്റിന്റെ മേൽക്കൂരയുള്ള കെട്ടിടമാണത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിന്റെ ആ കെട്ടിടം പൂർണ്ണമായും മേൽക്കൂരയും അതുപോലെ തന്നെ കെട്ടിടത്തിന്റെ ഭൂരിഭാഗം ഭാഗത്തേക്കും ഈ തീ എത്തിയിട്ടുണ്ട്. എന്തായാലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നടക്കം മനസ്സിലാകുന്നത്. കാരണം ഗോഡൌണിൽ വലിയ ലക്ഷങ്ങൾ വില വരുന്ന സാധനങ്ങൾ എന്തായാലും കത്തി നശിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീ പൂർണ്ണമായും അണച്ച ശേഷം മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ. എന്തായാലും നിലവിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീ പൂർണ്ണമായും അണയ്ക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. പോലീസും ഫയർഫോഴ്സ് നാട്ടുകാരും എല്ലാവരും തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നാട്ടുകാരിൽ ചിലർ തന്നെയാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായ വിവരം അറിയുന്നതും തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുന്നതും. തീപിടുത്തമുണ്ടായി തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് സംഘം എത്തിയെങ്കിലും വലിയ രീതിയിലേക്ക് ഈ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തു നിന്നും പൂർണ്ണ കെട്ടിടത്തെ വിഴുങ്ങുന്ന തരത്തിലേക്ക് അഗ്നിബാധ വലുതാവുകയായിരുന്നു. എന്തായാലും നിലവിൽ ഫയർഫോഴ്സ് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഖില, ശ്രീരാജ്, അഗ്നിശമന യൂണിറ്റുകൾ എത്ര എണ്ണം അവിടെ എത്തിയിട്ടുണ്ട്? ഈ അഗ്നിയുടെ തോത് എത്രത്തോളം ഉണ്ടെന്നതിനെ സംബന്ധിച്ച് അഗ്നി രക്ഷാ സേനയുടെ എന്തെങ്കിലും വിശദീകരണം ലഭിക്കുന്നുണ്ടോ? നിലവിൽ തിരുവല്ലയിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ നിന്നും അടൂരിൽ നിന്നുൾപ്പെടെ പന്തളത്തിൽ നിന്നുൾപ്പെടെ ഫയർഫോഴ്സ് സംഘം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിട്ടും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള അഗ്നിബാധ തന്നെയാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നടക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഫയർഫോഴ്സ് സംഘം എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തീ പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. തീപിടുത്തം ഉണ്ടായി ഏകദേശം 15 മിനിറ്റിനകം വെച്ച് തന്നെ ആദ്യ യൂണിറ്റ് ഫയർഫോഴ്സ് സംഘത്തിന് അവിടെ എത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ പോലും തീ വലിയ രീതിയിൽ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പടർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള തീപിടുത്തമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു യൂണിറ്റ് കൂടി അവിടെ എത്തുകയും 2 യൂണിറ്റും ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയുമാണ്. നിലവിൽ ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ തീ മാത്രമാണ് അണയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ തീപിടുത്തം ഉണ്ടായി വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ആ കെട്ടിടം മുഴുവൻ കത്തി നശിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയമെടുക്കും ആ തീ പൂർണ്ണമായും അണയ്ക്കുവാൻ വേണ്ടിയിട്ട്. നിലവിൽ തിരുവല്ലയിലെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം നിലവിൽ ഇവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തീപിടുത്തമുണ്ടായതിന്റെ കാരണം എന്താണ് എന്നുള്ളതെല്ലാം കൂടുതൽ അന്വേഷണത്തിനൊടുവിൽ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഗോഡൌണിന്റെ പിന്നിൽ വെൽഡിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സന്ധ്യ പിന്നിട്ട ശേഷവും അത്തരത്തിലുള്ള വെൽഡിംഗ് വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും തീ പടർന്നതാകാനുള്ള ഒരു ചെറിയ സാധ്യതയാണ് നിലവിൽ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. എന്നാൽ അത് പൂർണ്ണമായും എത്ര കണ്ട് ശരിയാകും എന്ന കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. ഔദ്യോഗികമായി അവർ പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ആ കെട്ടിടത്തിന്റെ പരിപൂർണമായും ഏകദേശം 90% ഭാഗവും കത്തി നശിച്ച സാഹചര്യം ദൃശ്യങ്ങളിൽ നിന്ന്
അത് വ്യക്തമാണ്. ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂരയായിരുന്നു ആ കെട്ടിടത്തിനുണ്ടായിരുന്നത്. ഇതും തീ വേഗം ആളിപ്പടർന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബിവറേജസ് ഗോഡൌണിൽ ഉണ്ടായിരുന്ന സാധനങ്ങളിലേക്ക് എല്ലാം തന്നെ ഈ തീ ആളിപ്പടർന്നതോടുകൂടി വലിയ രീതിയിലേക്ക് ഈ കെട്ടിടം പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു തീപിടുത്തം. എന്തായാലും നിലവിൽ തിരുവല്ലയിൽ നിന്നും എത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘമാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നിലവിൽ ഇപ്പോൾ അണച്ചിട്ടുള്ളത്. മറ്റുള്ള ഭാഗത്തേക്കും തീ ആളിപ്പടർന്നത് എന്തായാലും നിലവിൽ ചെറിയ തോതിലെങ്കിലും ശമിപ്പിക്കാൻ ഫയർഫോഴ്സ് സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും തീ അണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, തീ നിയന്ത്രണ വിധേയമായി എന്ന് പറയത്തക്ക സാഹചര്യത്തിലേക്ക് നിലവിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള പരിശ്രമത്തിലാണ് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും അടക്കമുള്ള ആളുകൾ ഉള്ളത്. അഖില. ശരി, പത്തനംതിട്ട പുളിക്കയിൽ ബീവറേജസ് ഗോഡൌണിൽ വൻ തീപിടുത്തം. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.